ഇടതുമുന്നണിയുടെ ഭാഗമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന CPI മുന്നണി വിടാൻ ഒരുങ്ങുന്നതായുള്ള ചില വാർത്തകൾ പുറത്തുവരുന്നു. പാർട്ടിയിൽ തന്നെയുള്ള ചില മുതിർന്ന നേതാക്കളാണ് ഈ ഒരു ആവശ്യം വിവിധ ജില്ലാ കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളിലും ഉന്നയിച്ചിരിക്കുന്നത്. ബിനോയ് വിശ്വം എന്ന സെക്രട്ടറിക്ക് കീഴിൽ അതിശക്തമായി നിലകൊള്ളേണ്ട പാർട്ടി പക്ഷേ ഇപ്പോൾ ദുർബലമായി പോയിരിക്കുന്നു. CPMന് കീഴടങ്ങുന്ന പാർട്ടിയായി എന്നേ CPI മാറിക്കഴിഞ്ഞു തുടങ്ങിയ പരാതികളും ആരോപണങ്ങളുമാണ് നേതാക്കൾ ഉന്നയിക്കുന്നത്. മാത്രമല്ല LDFൽ ഇനി തുടർന്നാൽ CPI കൂടുതൽ പ്രശ്നങ്ങളിലേക്കും സങ്കീർണതകളിലേക്കും എത്തും എന്നും നേതാക്കൾ പരാതിപ്പെടുന്നു. എല്ലാവരിലും ഈ ആശങ്ക ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. 14 ജില്ലാ കമ്മിറ്റികളിലും വിവിധ ഏരിയ കമ്മിറ്റികളിലും ബിനോയ് വിശ്വത്തിനെതിരെയും ബിനോയ് വിശ്വത്തിന്റെ നിലപാടുകൾക്കെതിരെയുമുള്ള വാഗ്വാദങ്ങൾ ഉയർന്നു കഴിഞ്ഞു. CPI UDFലേക്ക് പോകണം എന്ന് ചില നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. UDFൽ ചെന്നാൽ കൂടുതൽ പരിഗണന കിട്ടുമെന്നും കൂടുതൽ സ്ഥാനമാനങ്ങൾ കിട്ടുമെന്നും ഭരണത്തിൽ പങ്കാളിയാകാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എന്നാൽ UDFലേക്ക് പോകുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല എന്നാണ് MN സ്മാരകത്തിൽ നിന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നത്. ഇത്രയും കാലം ഇടതുപക്ഷത്തിന്റെ ഭാഗമായിരുന്നു, നിരവധി മന്ത്രിമാരുണ്ടായി, നിരവധി സ്ഥാനമാനങ്ങൾ കിട്ടി. എങ്കിലും വേണ്ടത്ര ഒരു പരിഗണന പ്രാഥമികമായി CPI എന്ന സംഘടനയ്ക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ കിട്ടിയിട്ടില്ല എന്ന പരാതി ബിനോയ് വിശ്വത്തിനും കൂട്ടർക്കും ഉണ്ട്. ഇലക്ഷന് CPM വേണ്ടത്ര സഹകരിച്ചില്ല. CPMന്റെയും പിണറായി വിജയന്റെയും കയ്യിലിരിപ്പ് കൊണ്ടാണ് വലിയ തിരിച്ചടി CPIക്ക് പോലും ഉണ്ടായത്. ചേർത്തലയിൽ P പ്രസാദിനെ അടക്കം വിജയിപ്പിക്കാൻ സാധിച്ചു എങ്കിലും നിറം മങ്ങിയ വിജയമായിരുന്നു ഇത് എന്ന് വിവിധ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ വിലയിരുത്തപ്പെട്ടു. CPI മന്ത്രിമാരുടെ പ്രവൃത്തിയെക്കുറിച്ചും വ്യാപകമായ പരാതി ഉയർന്നു. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയായിരുന്ന J ചിഞ്ചുറാണി ഒരു പഞ്ചായത്ത് അംഗമാകാനുള്ള യോഗ്യത പോലും ഇല്ലാത്ത സ്ത്രീയാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉണ്ടായി. CPI ഇനി UDFലേക്ക് പോകണമോ അല്ലെങ്കിൽ UDF അവരെ സ്വീകരിക്കുമോ എന്നുള്ള രാഷ്ട്രീയ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. അടുത്ത കാലത്തൊന്നും UDFലേക്ക് പോകാനുള്ള സാധ്യത ഇല്ല എന്നാണ് CPIയുടെ ചില അനൌദ്യോഗിക കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. ഭാവിയിൽ അതേക്കുറിച്ച് ആലോചിക്കാമെന്നും CPMന്റെ കൂടെ നിന്നതുകൊണ്ട് പാർട്ടിക്ക് ഗുണമല്ലാതെ ദോഷമൊന്നും ഉണ്ടായിട്ടില്ല എന്നും വളർച്ചയ്ക്ക് പകരം തളർച്ചയാണ് ഉണ്ടായത് എന്നും വിവിധ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും ഏരിയ കമ്മിറ്റി യോഗങ്ങളിലും ആരോപണം ഉയരുന്നുണ്ട്. ബിനോയ് വിശ്വം വേണ്ടത്ര രീതിയിലുള്ള ഒരു പ്രവർത്തനമല്ല പാർട്ടിയെ നയിക്കുന്നതിൽ കാണിക്കുന്നത്. കാനം രാജേന്ദ്രനായപ്പോൾ സ്ഥിതി വ്യത്യസ്തമായിരുന്നു എന്നും തുടർന്ന് ബിനോയ് വിശ്വം ചുമതലയേറ്റപ്പോൾ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നും CPM പറയുന്നതിന് അനുസരിച്ച് തുള്ളുന്ന ഒരു പാവയായി CPI എല്ലാ കാലവും മാറി എന്നുള്ള പരാതിയുമുണ്ട്. ഇങ്ങനെ ഇടതുപക്ഷത്ത് തുടരാനാകില്ല, ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് പോകുന്നതാണ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് കൂടുതൽ നല്ലത് എന്ന് ചില സഖാക്കൾ വിലയിരുത്തുന്നു. എന്തായാലും CPI UDFലേക്ക് ചേക്കേറുമോ, UDF അവരെ സ്വീകരിക്കുമോ, CPM എന്തായിരിക്കും നിലപാട് സ്വീകരിക്കുക, CPIയിലെ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കപ്പെടുമോ തുടങ്ങിയ ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാവുകയാണ്. ജില്ലാ കമ്മിറ്റി യോഗങ്ങളും തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളും CPMൽ എന്നതുപോലെ CPIയിലും തുടരുകയാണ്. അവിടെയും പലരും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ ശക്തമായി വിമർശിക്കുന്നുണ്ട്. പിണറായിയുടെ ഇത്തരം നടപടികൾക്ക് ബിനോയ് വിശ്വമോ പാർട്ടി നേതാക്കളോ ഒരു തരത്തിലുള്ള നിയന്ത്രണവും ഏർപ്പെടുത്തിയില്ല, അതിനെ ചോദ്യം ചെയ്തില്ല. CPMന് പിണറായി വിജയന് പൂർണ്ണമായി CPI കീഴടങ്ങി എന്ന് പരാതിപ്പെടുന്ന സഖാക്കളുമുണ്ട്.